എലോൺ മസ്കിന് വട്ടുകൂടുകയാണ്. സ്പേസ് എക്സിലെയും ടെസ്ലയിലെയും ഓഹരി ഉടമകളും ടോപ്പ് എക്സിക്യൂട്ടീവുകളും സയന്റിസ്റ്റുകളും മസ്കിനെ കൊണ്ട് വലഞ്ഞിരിക്കുകയാണെന്ന് പ്രമുഖ ബിസിനസ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു. മുമ്പ് പാർട്ടികളിൽ മാത്രം അടിച്ചു കിറുങ്ങി കണ്ടിരുന്ന മസ്ക് ഇപ്പോൾ 24 മണിക്കൂറും ലഹരിയിലാണെന്നാണ് ടെസ്ലയിലെ എക്സിക്യൂട്ടീവുകളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ പറയുന്നത്. അല്ലെങ്കിലും മനുഷ്യർ സാധാരണഗതിയിൽ ജീവിക്കുന്നത് പോലെയൊന്നും ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത വർത്തമാനകാല ജീനിയസിന് ചുറ്റും എക്കാലവും ഇത്തരം വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതും അതുപോലൊന്നാണ്. 2022 മഞ്ഞുകാലത്ത് ഹവായിയിലുള്ള മസ്കിന്റെ സുഖവാസ ബംഗ്ലാവിലേക്ക് ചിരകാല സുഹൃത്തും ടെസ്ലയിലെ നിക്ഷേപകനും ഓറക്കിൾ കോർപ്പ് സ്ഥാപകനുമായ ലാരി എല്ലിസൺ എത്തുന്നതോടെയാണ് മസ്കിന്റെ ജീവിതം എത്രമാത്രം കൈവിട്ടു പോയിരിക്കുന്നുവെന്ന് പുറം ലോകം തിരിച്ചറിയുന്നത്. LSDയും എക്സ്റ്റസി പില്ലുകളും സ്ഥിരമായി ഉപയോഗിച്ച് ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു മസ്ക്. ഒരു ലഹരി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മസ്കിനെ മാറ്റുന്നത് സംബന്ധിച്ച് ലാരി എല്ലിസൺ ന്യൂയോർക്കിലെ ഒരു സ്ഥാപനവുമായി ചർച്ച നടത്തിയെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. ടെസ്ല ബോർഡംഗമായ ജോ ഗെബിയയാണ് മസ്കിന്റെ ലഹരി ഉപയോഗം എല്ലാ അതിരുകളും ലംഘിച്ചെന്നും അദ്ദേഹത്തെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തങ്ങൾ ശ്രമിക്കുകയാണെന്നും പിന്നീട് മാധ്യമങ്ങളെ അറിയിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ്: മസ്ക് കെറ്റാമിൻ സ്പ്രേ നിരന്തരം മൂക്കിലൂടെ അകത്തേക്ക് വലിക്കുന്നുണ്ട്. ഇലോൺ മസ്കിന്റെ സഹോദരൻ കിംബൽ മസ്ക്, ടെസ്ലയിലെ മറ്റ് ബോർഡംഗങ്ങളായ സ്റ്റീവ് യൂർവെറ്റ്സൺ, ആന്റോണിയോ ഗ്രാഷ്യാസ് എന്നിവരുമൊത്ത് മയക്കുമരുന്ന് പാർട്ടികൾ സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ മസ്കിന്റെ കാര്യമായ ജോലി. നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച നിക്ഷേപകനായ ഇലോൺ മസ്കിന്റെ സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ വളരെ വേഗത്തിൽ താഴുകയാണ്. 2024 കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടുപോയി. ടെസ്ലയുടെയോ സ്പേസ് എക്സിന്റെയോ ബോർഡ് മീറ്റിംഗുകളിലോ ദൈനംദിന പ്രവർത്തനങ്ങളിലോ ഇപ്പോൾ മസ്കിന്റെ സാന്നിധ്യം ഉണ്ടാകാറില്ല. വല്ലപ്പോഴും അടിച്ചു കിറുങ്ങി വീഡിയോ കോൺഫറൻസുകളിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ തന്നെ സ്ക്രീൻ ഓഫ് ചെയ്യും. മസ്കിനെ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ വിരളമായി മാത്രമേ കാണാൻ കിട്ടുന്നുള്ളൂവെന്നും വാൾസ്ട്രീറ്റ് ജേണൽ നടത്തിയ അന്വേഷണത്തിൽ പറയുന്നു. മുഴുവൻ സമയവും മെക്സിക്കോയിലാണ് ഇപ്പോൾ മസ്കിന്റെ വാസം. അമേരിക്കയേക്കാൾ ലിബറേറ്റഡ് ആയ ഡ്രഗ് ഉപയോഗം മെക്സിക്കോയിൽ സാധ്യമാണ് എന്നതാണ് കാരണം. മെക്സിക്കോയിൽ സാൻ ഹോസെ ഡെൽ കാബോയിലെ ഹോട്ടൽ എൻ ഗാൻസോയിൽ സ്യൂട്ട് റൂമിലെ സ്ഥിരം താമസക്കാരനാണ് മസ്ക്. ഇപ്പോൾ റൂമിൽ നിന്നും പുറത്തിറങ്ങാറേയില്ല. സുരക്ഷാ ഗാർഡുകളുമായി മാത്രമാണ് സമ്പർക്കം. ഇടയ്ക്കിടെ അമേരിക്കയിൽ നിന്ന് സന്ദർശകരെത്തും. പിന്നെ മരുന്നുകളുടെ നിരന്തര സപ്ലൈയും. വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും മസ്കിന്റെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല. എന്നാൽ 2 ആഴ്ച മുമ്പ് മസ്ക് തന്റെ തന്നെ സമൂഹ മാധ്യമമായ എക്സിൽ വാൾസ്ട്രീറ്റ് ജേണലിനെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടു. എന്റെ പക്കൽ നിന്നും മയക്കുമരുന്നിന്റെയോ മദ്യത്തിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. വാൾസ്ട്രീറ്റ് ജേണൽ ഈ പണിക്ക് കൊള്ളാത്തവരാണ്. ഇനി മറ്റൊരു കാര്യം, ഇത്തരം മരുന്നുകൾ എന്റെ പ്രൊഡക്ടിവിറ്റിയെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമെന്നുണ്ടെങ്കിൽ ആരെയും കൂസാതെ ഞാനത് ഉപയോഗിക്കും എന്നായിരുന്നു മസ്കിന്റെ പോസ്റ്റ്. അമേരിക്കൻ TV താരമായ ജോ റോഗനൊപ്പം പങ്കെടുത്ത ഒരു പോഡ്കാസ്റ്റിൽ പരസ്യമായിരുന്ന കഞ്ചാവ് വലിച്ചതിന് ഫെഡറൽ ഏജൻസികളുടെ അന്വേഷണം നേരിട്ട് വരികയായിരുന്നു മസ്ക്. നാസ ഇക്കാര്യം വളരെ ഗൗരവമായാണ് എടുത്തത്. കാരണം $1 ബില്യൺ കരാറാണ് നാസയും മസ്കിന്റെ സ്പേസ് എക്സുമായുള്ളത്. നാസയുടെ നിർദ്ദേശപ്രകാരം മസ്കിന് സ്പേസ് എക്സിന്റെ ലോഞ്ച് പാഡിൽ പ്രവേശിക്കണമെങ്കിൽ ഡ്രഗ് ടെസ്റ്റ് എടുത്തിരിക്കണം. 3 വർഷത്തേക്കാണ് ഈ നിയന്ത്രണമുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തം സ്ഥാപനത്തിൽ പ്രവേശിക്കണമെങ്കിൽ മയക്കുമരുന്ന് പരിശോധനയ്ക്ക് മൂത്ര സാമ്പിൾ നൽകേണ്ട ഗതികേടിലാണ് മസ്ക് ഇപ്പോഴുള്ളത്. അന്ന് മുതൽ മസ്ക് ഈ സാമ്പിൾ നൽകാറുണ്ടെങ്കിലും ഇതുവരെ ടെസ്റ്റിൽ പരാജയപ്പെട്ടിരുന്നില്ല. ഇതിനിടയിൽ തന്നെ ന്യൂറാലിങ്ക് കോർപ്പറേഷൻ മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച് നിർണായക വെളിപ്പെടുത്തൽ നടത്താൻ മസ്ക് നേരിട്ടെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 29 എക്സിലൂടെ തന്നെയാണ് മസ്ക് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. കാലിഫോർണിയയിൽ ഫ്രിമോണ്ടിലെ ന്യൂറാലിങ്ക് ആസ്ഥാനത്തോ ന്യൂയോർക്കിലോ വലിയൊരു ഇവന്റായി സംഘടിപ്പിക്കാനിരുന്ന പരിപാടിയായിരുന്നു ഇത്. അമ്പിന് തലയ്ക്ക് വെളിവില്ലാതിരുന്നതിനാലാണ് എക്സിൽ ഒരു പോസ്റ്റായി ഇത്തരമൊരു നിർണായക നേട്ടം അവതരിപ്പിക്കേണ്ടി വന്നത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മസ്കിന്റെ മയക്കുമരുന്ന് ആസക്തിയെക്കുറിച്ചുള്ള വാർത്തകൾ. സ്പേസ് എക്സിന്റെ റോക്കറ്റുകൾ തുടർച്ചയായി പരാജയപ്പെടുന്ന സമയങ്ങളിൽ ലോഞ്ച് പാഡിനരികെ കീറ്റാമിൻ വലിച്ചു കയറ്റി നിൽക്കുന്ന മസ്കിനെയാണ് ജീവനക്കാർ കണ്ടിട്ടുള്ളതെന്ന് ടെസ്ല ബോർഡംഗം ജോ ഗബിയ വാൾസ്ട്രീറ്റ് ജേണലിനോട് വെളിപ്പെടുത്തിയിരുന്നു. മസ്ക് ഇങ്ങനെ വഴിതെറ്റ് സഞ്ചരിക്കാൻ തുടങ്ങിയതിന് അദ്ദേഹത്തെ അറിയാവുന്നവരെല്ലാം കുറ്റപ്പെടുത്തുന്നത് ഒരു വ്യക്തിയെയാണ്. അയാളാണ് ഈ കഥയിലെ വില്ലൻ, സ്റ്റീവ് യൂർവെറ്റ്സൺ. 2017 സ്റ്റീവിനെ കൂടെ കൂട്ടി മനസാക്ഷി സൂക്ഷിപ്പുകാരനാക്കിയപ്പോൾ മുതലാണ് മസ്കിന്റെ അധോഗതിയും ആരംഭിക്കുന്നത്. കോർപ്പറേറ്റ് ലോകത്ത് മാത്രമല്ല, അമേരിക്കയിലാകെ വളരെ മോശം പ്രതിച്ഛായയുള്ള ആളാണ് സ്റ്റീവ്. 2015 സ്പേസ് എക്സിന്റെ സെൽഫ് ലോഞ്ച് റോക്കറ്റ് പരീക്ഷണങ്ങൾ എങ്ങുമെത്താതെ മസ്ക് മുങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് DFJ വെഞ്ചർ ക്യാപിറ്റലിന്റെ ഡയറക്ടറായിരുന്ന സ്റ്റീവ് യൂർവെറ്റ്സിനെ അദ്ദേഹം പരിചയപ്പെടുന്നത്. DFJ മസ്കിനെ കാര്യമായി സഹായിച്ചു. സ്പേസ് എക്സിലെ ജീവനക്കാർക്ക് മാസം ശമ്പളം എത്തിക്കൊണ്ടിരുന്നത് DFJയിൽ നിന്നായിരുന്നു. ഇതിന് പിന്നിൽ സ്റ്റീഫിന്റെ ലോബിയിങ് ആയിരുന്നു എന്നതാണ് മസ്കിനെ അയാളോട് അടുപ്പിച്ചത്. എന്നാൽ 2017 ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് സ്റ്റീവിനെ DFJയിൽ നിന്നും പുറത്താക്കി. കമ്പനിയിലെ 10ലേറെ സ്ത്രീകളാണ് ഇയാൾക്കെതിരെ ലൈംഗിക അതിക്രമ പരാതികൾ നൽകിയത്. തന്നെ സഹായിച്ച സുഹൃത്തിനെ മസ്ക് കൂടെ കൂട്ടി. മസ്ക് എവിടെ പോകുമ്പോഴും സ്റ്റീവ് സന്തത സഹചാരിയായി. 2020 ടെസ്ലയിലെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പദവി മസ്ക് സ്റ്റീവിന് നൽകി. വൈകാതെ സ്പേസ് എക്സിന്റെ ഡയറക്ടർ ബോർഡിലേക്കും സ്റ്റീവ് എത്തി. ശതകോടീശ്വരനാണ് സ്റ്റീവ് യൂവർട്ട്സൺ. ഹോട്ട്മെയിലിന്റെ ആദ്യത്തെ നിക്ഷേപകനായിരുന്നു ഇയാൾ. സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള സ്റ്റീവിന്റെ ജീവിതം എക്കാലവും കുത്തഴിഞ്ഞതായിരുന്നു. അമേരിക്കയിലെ 2ാം ജെഫ്രി എപ്സ്റ്റീൻ എന്ന് ഇയാളെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. മസ്കിന്റെ കൂടെ കൂടിയതോടെ ഇയാൾ തന്റെ വികലമായ ജീവിതശൈലിയുടെ 2ാം ഘട്ടം പുറത്തെടുക്കുകയായിരുന്നു. കാലിഫോർണിയയിലും ഹവായിയിലും മെക്സിക്കോയിലുമെല്ലാം മയക്കുമരുന്ന് പാർട്ടികൾ സംഘടിപ്പിക്കപ്പെടുന്നത് സ്റ്റീവ് യൂവർട്ട്സിന്റെ നേതൃത്വത്തിലാണ് എന്നാണ് ടെസ്ലയിലെയും സ്പേസ് എക്സിലെയും ഓഹരി ഉടമകളുടെയും മുൻ ജീവനക്കാരുടെയും ആരോപണം. മസ്ക് ഇപ്പോൾ പുറം ലോകത്തോട് ബന്ധപ്പെടുന്നത് തന്നെ സ്റ്റീവിന്റെ സെൻസർഷിപ്പോടെയാണെന്നും ഇവർ പറയുന്നു. കമ്പനികളുടെ ദൈനംദിന കാര്യങ്ങളിൽ പരിധിയിൽ കവിഞ്ഞ കൈകടത്തൽ നടത്തുന്നതിനാൽ മസ്കിന്റെ കമ്പനികളുടെ മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് സ്റ്റീവിനെ കണ്ണെടുത്തൽ കണ്ടുകൂടാ. വാൾ സ്ട്രീറ്റിലെ ദല്ലാളുമാർക്ക് മയക്കുമരുന്നും പെണ്ണും യഥേഷ്ടം എത്തിക്കുന്ന കംഫർട്ട് ഏജന്റുമാർ സ്റ്റീവിന്റെ പേബുക്കിലുള്ളവരാണ്. മസ്കിന് ഏറ്റവും അഡിക്ഷനുള്ള
കീറ്റാമിന്റെയും കൊക്കൈനിന്റെയും സോഴ്സ് സ്റ്റീവാണ്. മസ്കിന്റെ സഹോദരനായ കിംബൽ മസ്കിനെയും സ്റ്റീവ് ഈ സംഘത്തിൽ ഉൾപ്പെടുത്തി എന്നതാണ് വിചിത്ര വസ്തുതയെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നു. ഈ ഭ്രാന്ത് ഇത്തരത്തിൽ തുടർന്നാൽ 6 മാസത്തിനുള്ളിൽ ഒരു ലഹരി പുനരധിവാസ കേന്ദ്രത്തിൽ മസ്കിന് അഭയം കണ്ടെത്തേണ്ടി വരും. മസ്കിന്റെ കാര്യത്തിൽ ഉത്കണ്ഠയുള്ള ലാരി എല്ലിസൺ അടക്കമുള്ളവർ വാൾ സ്ട്രീറ്റ് ജേണലിന്റെ ലേഖന പരമ്പരയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നമ്മുടെ കാലത്തെ ഏറ്റവും ജീനിയസായ നിക്ഷേപകനാണ് മസ്ക്. മനുഷ്യ സമൂഹത്തിന് ഇനിയും ഏറെ നൽകാൻ കഴിയുന്ന മസ്തിഷ്കമാണ് ആരുടെയോ ഗൂഢാലോചനയിൽ മയക്കുമരുന്നിൽ മുങ്ങി മരിക്കുന്നത്. മസ്കിന്റെ ജീവിതവും ഇടപെടലുകളും അമേരിക്കൻ ഫെഡറൽ ഏജൻസികളുടെ സജീവ നിരീക്ഷണത്തിലാവുന്നത് അതുകൊണ്ടാണ്. ഇത്ര നേരം ഒപ്പമായിരുന്നതിന് നന്ദി.